നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അടയ്ക്കാമണിയനെയാണ്. വയലുകളിലും വയൽവരമ്പുകളിലും ധാരാളമായി വളരുന്നൊരു സസ്യമാണ് അടയ്ക്കാമണിയൻ. വളരെ ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി വളരാറുള്ളത്. ദഹനശക്തിയെ വർദ്ധിപ്പിക്കുവാനും നാഡീബലത്തെ ത്വരിതപ്പെടുത്തുവാനും ഉത്തമമായിട്ടുള്ള ഔഷധമാണ് അടയ്ക്കാമണിയൻ. ആസ്ട്രേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്പിറാന്തസ് ഇൻഡിക്കസ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഹബുഷ, ശ്രവണി, മുണ്ടി, മഹാമുണ്ടി എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. ആയുർവേദത്തിൽ ഈ ഹബുഷ എന്ന സസ്യത്തെ അടയ്ക്കാമണിയനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഏകദേശം 1/2 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ സസ്യം വളരാറുള്ളത്. ഇതിൻ്റെ തണ്ടും അതുപോലെ ഇലയും വളരെ പച്ച നിറത്തോടു കൂടിയതാണ്. ഇതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ കാണാം, വളരെ കടും വയലറ്റ് നിറത്തിലാണ് പൂക്കൾ കാണുന്നത്. വളരെ മനോഹരവും മൃദുവുമായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉള്ളത്. ഇലകൾ ഏകാന്തരക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഫലം ജീരകം പോലെ വളരെ നേർത്തിരിക്കും. ചെടിയിൽ മുഖ്യമായൊരു തൈലം അടങ്ങിയിട്ടുണ്ട്. അതിൽ യൂജിനോൾ, ടാനിൻ, ഗ്ലൂക്കോയിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇലയിലും പുഷ്പത്തിലുമെല്ലാം സ്പിറോണിൻ എന്ന രാസഘടകമാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ സമൂലമാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ തണ്ട് രോമാവൃതമാണ്. കൂടുതൽ വിശദീകരണങ്ങൾ നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ പറയുന്നതാണ്. അടയ്ക്കാമണിയൻ അല്ലെങ്കിൽ ഹബുഷ എന്ന് പറയും. അത് കോമണായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. ഇത് ഒരു ഒറ്റമൂലിയായിട്ട് പല അസുഖത്തും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുകയാണെങ്കിൽ ഈ രക്താർശസ്, ഈ മൂലക്കുരു പൊട്ടി രക്തമൊക്കെ പോകുമ്പോൾ ഈ അടയ്ക്കാമണിയൻ ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ട് മോര് കാച്ചിട്ട് 2 നേരം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ വെള്ളപ്പൊക്ക്, അതിന് ഈ അടയ്ക്കാമണിയൻ പാലിൽ തിളപ്പിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫലപ്രദമാണ്. അതുപോലെ ഈ വയറിലുണ്ടാകുന്ന ഈ വേദനകൾ, മിക്കവാറും ദഹിക്കേണ്ട വേദന, അല്ലെങ്കിൽ വയർ ഈ ശൂല എന്ന് പറയും, അങ്ങനെ ഈ വയറിലുണ്ടാകുന്ന ഈ ദഹന സംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഈ അടയ്ക്കാമണിയെ അരച്ച് ലേശം തേൻ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് തന്നെ ഈ മോരിലോ അല്ലെങ്കിൽ പാലിലോ പാൽ കഷായമായിട്ട് കൊടുത്താലും വളരെ നല്ല ഫലപ്രദമാണ്. ഈ മുക്കുടി ഉണ്ടാക്കുന്നതിൽ ഈ വയറുവേദനയ്ക്ക് പല ദിക്കിലും മുക്കുടി ഉണ്ടാക്കി കൊടുക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ ഈ ഹബുഷ അല്ലെങ്കിൽ അടയ്ക്കാമണിയനാണ്. പിന്നെ ഇത് ബാഹ്യമായിട്ടും ഈ ത്വക്ക് രോഗത്തിനും ഇത് ബാഹ്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.